ഞാനും പീതാംബരനും സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചതാ. നീ താ മാത്രമേ പഠിച്ചുള്ളൂ, ഞാൻ പായും റായും എല്ലാം പഠിച്ചു. ഞാൻ അതെല്ലാം കൂടെ കൂട്ടി എന്നേലും വിളിക്കും കേട്ടോ. ഞാൻ അതല്ല പറഞ്ഞത്, ഒന്നുകൂടെ വ്യക്തമാകുന്ന രീതിയിൽ പറഞ്ഞു തരാം. പീതാംബരൻ സ്നേഹിച്ച് കല്യാണം കഴിക്കാനിരുന്ന ഒരു പെണ്ണില്ലേ, സരസമ്മ. സരസമ്മയുടെ അല്ല, സരസമ്മയെ ഒരു ദുർബല സാഹചര്യത്തിൽ കെട്ടേണ്ടി വന്ന രാഘവനെ ഓർമ്മയുണ്ടോ? അതെന്നാ പഴയ കാര്യം പറഞ്ഞപ്പോഴത്തേക്കിനും സങ്കടം തുളുമ്പുന്നുണ്ടോ? അല്ല, സെറ്റുവല് താഴെ പോകുന്നു, നാക്കൊണ്ട് കട്ടി അഡ്ജസ്റ്റ് ചെയ്താ. ആ രാഘവനാ ഞാൻ. എന്റെ വീട്ടിൽ നിന്ന് അവൻ കയറി വന്നേക്കുന്നു. എന്റെ സരസമ്മ. അച്ചടാ, എന്റെ പൊന്നളിയ അളിയൻ ഇത്തന്നൊന്ന് വിട്. ഇറ്റന്ന് വിട്ട് കഴിഞ്ഞപ്പോ എന്റെ കൈത്ത കുത്തി പിടിച്ചാൽ നടക്കൂ. അതല്ലെന്ന്, ഈ വിഷയത്തിൽ നിന്നൊന്നും വിടാൻ. അങ്ങനെ വിടാൻ പറ്റോടാ? എന്റെ സരസമ്മ ജീവന്റെ ജീവനായിരുന്നു. ആട്ടെ, സരസമ്മ ഇപ്പൊ എന്നെ അടുക്കണു. അവൾ എന്നെ വിട്ടേച്ച് പോയി. എനിക്കറിയാലോ അവള് നിന്റെ കയ്യിൽ നിക്കത്തില്ലാന്ന്. അതല്ല പറഞ്ഞേ, അവള് നമ്മളെ എല്ലാരും വിട്ട് മരിച്ചു പോയെന്ന്. അവളുടെ അടിയന്തരം പറയാൻ വേണ്ടി വന്നതാ ഞാൻ. പറയാലോ അളിയ, അവസാന സമയത്ത് അവൾ കളിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആയ സമയത്ത് ഈ നാറി എന്നെ അങ്ങോട്ട് അടുപ്പിച്ചിട്ടില്ല. അവൻ അടിയന്തരം ഉണ്ടാക്കാൻ വന്നേക്കുക. എന്റെ അവിടെ ഇത് പൊറുപുറക്കുന്നേ ഒന്നുമില്ല, നിന്റെ മഹത്വം ഒന്ന് വാഴ്ത്തിയതാടാ. ആണല്ലേ? അപ്പൊ അടിയന്തരത്തിന് പറഞ്ഞ കേട്ടോ. നീയും അവളും താമസിക്കുന്ന സ്ഥലത്ത് ഞാൻ ഒരു ദിവസം വന്നായിരുന്നു. ആർന്നോ? കടിക്കാൻ പട്ടീനെ അഴിച്ചു വിട്ടായിട്ട് അവൻ ചുമ്മാ ചോദിക്കണിട്ടില്ലേ ആർന്നോന്ന്. അത് വീട്ടിലെ പട്ടിയല്ലേ? നിന്റെ ആ വെള്ളപ്പട്ടി മക്കൾ കടിച്ചു പഠിച്ചോണ്ട് പോണോലെ എന്റെ പുക്കളും കടിച്ചു കൊടുത്തോണ്ട് പോയത്. പിന്നെ മൊത്തത്തിലൊരു ഹോള് മയമായിരുന്നു. ചുളിവിനൊരു ഹോള് കിട്ടിയില്ലേ? അത് വാടകയ്ക്ക് കൊടുത്ത് ചുമ്മാ ജീവിക്കണ വളിയാ. എന്തോ നീ തമാശക്ക് സരസമ്മയോട് പറയാറുണ്ടായിരുന്നോടാ? അവസാന സമയത്ത് അവക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനത്തെ സാധനം കീച്ചുമായിരുന്നു. ആർക്കറിയാം അവള് ചങ്കുകുട്ടിയാണോ മേപ്പോട്ട് പോയത്?